ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? ആരെയും വീഡിയോ മോഡിൽ കാണുന്നില്ല കേട്ടോ. യാത്രയിലോ മറ്റു തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരണേ. കാരണം ഞാനിവിടെ വലിയ സ്ക്രീൻ ഓൺ ആക്കുന്ന സമയത്ത് എനിക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, തെസ്നി മാം വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ യാത്രയിലോ മറ്റു തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ വരും കേട്ടോ. നമ്മളെ യുണീക് ടോക്ക് 72 ആണെന്ന് കുറേ പുതിയ പേരുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയി ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി 8:15 നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ സെഷൻ ആണ് യുണീക് ടോക്ക് എന്നുള്ളത്. നമ്മളൊക്കെ ഡെയിലി ലൈഫ് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാറില്ല. ഓക്കെ, രണ്ടുപേര് വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ഇന്നത്തെ ടോപ്പിക്ക് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ റമദാൻ മാസമൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് നമ്മൾ സെഷൻസിൽ അങ്ങനത്തെ ടോപ്പിക്കും കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. ആ, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കേട്ടറിഞ്ഞ് ശിക്ഷിക്കുന്ന പടച്ചോനെ സ്നേഹിക്ക പടച്ചോനെ മാറ്റി സ്നേഹിക്കുന്ന പടച്ചോനെ തിരിച്ചറിയാന്നുള്ള നമ്മൾ ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോൻ ശിക്ഷിക്കും, എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോൻ നമുക്ക് ഗുണങ്ങൾ തരുന്നില്ല. നമ്മളൊക്കെ എവിടേക്കോ കേൾക്കാൻ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളത് അറിയാണ്ട് ഇങ്ങനെ നമ്മളെ മൈൻഡിൽ പഠിച്ചു പോയി. നമ്മൾ സബ് കോൺഷ്യസിലൊക്കെ നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ തീക്കിടും, ഇന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോൻ നരകത്ത് കിടും, അല്ലെങ്കിൽ പടച്ചോൻ ഇന്നത് ചെയ്യും, അങ്ങനത്തെ സംഭവമാണല്ലോ. അതൊന്ന് മാറ്റി പടച്ചോൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഷോൾഫിനോട് ഓ എൻ്റെ പടച്ചോൻ എൻ്റെ കൂടെ ഉണ്ട്, അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതിലേക്ക് എത്തിച്ചു തരാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓഫ് സെയിൽസ് ആരും ഒന്നും അല്ല എടുക്കുന്നത്. നമ്മൾ തെസ്നീമയമാണ്, ബിലോവ് തെസ്നീമ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്. പിന്നെ നമ്മളെ മാർജിൻ വീക്ക്നെസിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അഫ്സൽസിയുടെ കൂടെയുള്ള ആളാണ്. നമ്മളെപ്പോഴും നമ്മളെ പില്ലറായിട്ട് നമ്മളെ മെഡിറ്റേഷൻസിലൊക്കെ ആൾ ഒരുപാട് എക്സ്പേർട്ട് ആണ്. അപ്പൊ ഞാൻ വെറുതെ പറയുന്നില്ല, ആളെ സെഷൻ അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. വളരെ പവർഫുൾ ആയി കുറേ മനുഷ്യന്മാരുടെ ലൈഫിൽ ഒരു ചെറിയ നേരം കൊണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചില മനുഷ്യരെന്നൊക്കെ പറയല്ലോ, അങ്ങനെയുള്ള ആളാണ് തെസ്നി മാം. എന്തായാലും നിങ്ങൾക്ക് സെഷൻ കേൾക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. തെസ്നി ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. തെസ്നി താജുദ്ദീൻ എന്ന് പറഞ്ഞൊരു തെസ്നി ത്രൈവ്സ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഒരു 40K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു തഹജ്ജുദിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള റീലൊക്കെ കുറച്ച് മുന്നേ വൈറലായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു കേട്ടോ. ബാക്കി കാര്യങ്ങൾ എന്തായാലും തെസ്നി മാമിനെ പറയും. പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും നമ്മളെ യൂണിക് ടോക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മറ്റ് തിരക്കൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ നിങ്ങളെ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ നിങ്ങളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്. എനിക്ക് എവിടെയോ അടിപൊളിയാവണം, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് എനിക്ക് ഒന്നും കൂടെ എൻ്റെ സ്പിരിച്വൽ കണക്ഷൻ അടിപൊളിയാക്കണം എന്നൊരു ഇന്റൻഷനിൽ നിങ്ങളിവിടെ വന്നിരിക്കുകയാണ്. അതിന് നിങ്ങൾ അടിപൊളി ആയതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്യാണ്ട് ഇവിടെ വന്നിരുന്നല്ലോ. നിങ്ങൾ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ യൂണിക് ടോക്കിലും നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറയലുണ്ട്. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എന്തായാലും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ എഫേർട്ട് ഇട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള പൂർണ്ണ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു സെഷൻ കംപ്ലീറ്റ് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചില്ല എന്നൊക്കെ പറയൂലേ, ഇത് പറയുന്നത് ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഒരു നിറഞ്ഞ കപ്പിലേക്ക് നമുക്കൊന്നും അങ്ങോട്ട് ഒഴിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഒരു നിറഞ്ഞ കപ്പല്ലാണ്ട് ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനെ സിമ്പിളായി ആരെയും ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലൊന്നും അല്ലാണ്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുക. കുറെ ടെൻഷൻ ഒന്നും ആവണ്ട, സിമ്പിൾ ആയിട്ട് ഇരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും യൂണിക് ടോക്കിലേക്ക് വെൽക്കം ചെയ്യാൻ കേട്ടോ. വെൽക്കം തെസ്നി മാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖാണോ? ഓക്കെ. എന്തായാലും ഞാൻ എല്ലാ സെഷനിലും ഞാൻ ഫസ്റ്റ് പറയാറുള്ള കാര്യം പറയുന്നു, നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇൻവോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മോഡിൽ ഇരിക്കണം. എന്നാലാണ് ആ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിട്ടോ, ഞാൻ പറയുന്ന സമയത്ത് ഞാനിപ്പോ സെഷൻ എടുക്കുകയാണ്, ഞാനൊരു റൂമിൽ ഇരുന്ന് സെഷൻ എടുക്കുകയാണ്, നിങ്ങൾ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ടാണ് അത് കേൾക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം ഗ്രാസ്പ് ചെയ്യാനും അല്ലെ, അത്രയും ഇതിൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ വെൻ വി ആർ ഒരു സ്പേസ് ഇല്ലാതെ, ഡിഫറൻസ് ഇല്ലാതെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തോ വേണ്ടത് അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റ് തന്നെ നിങ്ങൾ തീരുമാനിക്കുക, ഐ വിൽ ബി ഹിയർ. ഈ ഒരു 1 hour അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആ ഒരു സമയം ഞാൻ രണ്ട് തോണിയിൽ എന്താ പറയാ കാലിടാതെ ഞാൻ കംപ്ലീറ്റ്ലി ഇവിടെ തന്നെ കൊടുക്കും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 1 minute തരാം നിങ്ങൾക്ക്. എല്ലാവരും ട്രാവലിംഗിലൊന്നും അല്ലാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാ, വീഡിയോ മോഡിൽ വരാം. ഓക്കെ, പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വീഡിയോയിലൊക്കെ ഇരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ബാക്കിയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ മോഡിൽ വരാം. കംപ്ലീറ്റ് ആയിട്ട്
റമലാൻ ഇസ് കമ്മിങ്. നമ്മളെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മന്ത് ആണ് റമലാൻ എന്ന് പറയുന്നത്, അല്ലെ? ആ റമലാൻ മന്ത് ഇസ് കമ്മിങ് ടു അസ്. ആൻഡ് അതിനുവേണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മാസത്തിനായിട്ട്. ആ മാസത്തിനായിട്ട് കംപ്ലീറ്റ്ലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൊമെന്റില് യു ഗോയിങ് ടു ഗെറ്റ് സംതിങ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് 1 minute. ഓക്കെ, ജസ്റ്റ് ഓക്കെ. അപ്പോ ഈ സെഷൻ ഞാൻ മറ്റുള്ള സെഷൻസ് എടുക്കുന്നതിനേക്കാളൊക്കെ അത്രത്തോളം എന്താ പറയാ, ബ്യൂട്ടിഫുൾ ആയിട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് തരണമെന്ന് വിചാരിക്കുന്ന ഒരു സെഷനാണ്. നിങ്ങൾ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ശിക്ഷിക്കുന്ന പടച്ചോനിൽ നിന്ന് നമ്മൾക്ക് എന്താ പറയാ, അത്രത്തോളം പടച്ചോൻ, വാട്ട് ഈസ് അള്ളാഹ്, ആ സ്നേഹിക്കുന്ന പടച്ചോനിലേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ഇന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ അതിന് നിങ്ങൾ എല്ലാവരും റെഡി ആണോ? എനിക്ക് കമന്റ് ബോക്സിൽ കംപ്ലീറ്റ്ലി അറിയണം നിങ്ങളൊക്കെ റെഡി ആണോ എന്നുള്ളത്. എല്ലാവരും റെഡി ആണോ? റെഡി ആണോ? Ore, ഓക്കെ, era യെസ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്, ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, sedi, മാഷാ. രാത്രി ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കി നിങ്ങൾ എന്ത് ചെയ്യാം? എല്ലാം ഒഴിവാക്കുക. ഫോൺ കയ്യിൽ പിടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ പ്ലേസ് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഹൃദയത്തിലേക്ക് ഒന്ന് തൊടുക. ഹൃദയത്തിലേക്ക് ഒന്ന് തൊട്ടിട്ട് ആ മിടിപ്പില്ലേ, ഹൃദയമിടിപ്പ്, ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തേ. ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ ആ ഹൃദയമിടിപ്പ് മാത്രം ഒന്ന് ഫീൽ ചെയ്യാം. മാഷാ അല്ലാ, വെരി ഗുഡ്. ആൻഡ് നിങ്ങൾ പ്രേ ചെയ്യുക, പഠിച്ചോനെ എനിക്ക് റബ്ബിനെ കുറിച്ച് അറിയണം, എനിക്ക് റബ്ബുമായിട്ട് അടുക്കണം, എനിക്ക് തവക്കുലും സറണ്ടറൻസും ഇതെല്ലാം പഠിച്ചോനെ എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട്, ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സ്ലോലി വരാം. ആ ഒരു നിങ്ങളെ പ്രാർത്ഥന, നിങ്ങളെ ഒരു ട്രസ്റ്റ്, ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, എല്ലാവരും വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ദിസ് ഈസ് ഗോയിങ് ടു ബി an amazing session. ഇൻഷാല്ലാ, may Allah subhanahu wa ta'ala bless us. പടച്ചോൻക്ക്, നിങ്ങൾ നിങ്ങളെ വീട്ടില് ചുറ്റുള്ള എല്ലാത്തിനും ഒന്ന് നോക്കി നോക്ക്. പല സംഭവങ്ങളും, ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ചെയർ ഉണ്ട്, കട്ടിലുണ്ട്, അല്ലെ? ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. നിങ്ങളെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കി നോക്ക്. നമ്മളെ ജീവിതത്തിലേക്ക്, നമ്മളെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കാതെ ചോദിക്കാതെ കിട്ടിയ പലതുണ്ട്, ശരിയല്ലേ? നമ്മളെ ചുറ്റുള്ള എല്ലാതും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ചിട്ട് തന്നതാണോ? നിങ്ങളെ ജീവിതം ഇതുവരെ റബ്ബ് സുബ്ഹാനഹു വ തആല എത്തിച്ചത് നമ്മള് ചോദിച്ചിട്ടാണോ? കണ്ടിന്യൂസ്ലി ചോദിച്ചിട്ടാണോ? അല്ല, നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്, റബ്ബ് പ്ലാൻ ചെയ്യുന്നുണ്ട്. യുനോ, റബ്ബ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലാനർ. ഈ ലോകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റബ്ബിനെ തവക്കുൽ ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പേടി ഉണ്ടാവില്ല, ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ല, ഒരു സാഡ്നെസ് ഉണ്ടാവില്ല, ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജീവിതം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കൂലെ, എനിക്ക് തവക്കുൽ അറിയണമല്ല, എനിക്ക് ഫിയർ, പേടിനെ മാറ്റി തരണമല്ല, എനിക്ക് എന്നെ ക്ഷമ ഉള്ളവനാക്കണമല്ല. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ക്ഷമ ഉള്ളവനാക്കല്ല ചെയ്യാ, നമുക്ക് ഓരോ എക്സ്പീരിയൻസുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ലൈഫിലേക്ക് ഇട്ട് തരും. ഈ ഓരോ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളെ ഇങ്ങനെ പടി കയറ്റി പഠിപ്പിച്ചു തരും. ഇത്രത്തോളം നിങ്ങൾ എത്ര വയസ്സായിട്ടുണ്ട് നോക്കുക. ഈ വയസ്സിൽ നിങ്ങൾ ജീവിതം ഒന്ന് എടുത്തു നോക്കുക.
നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ എന്തിനായിരുന്നു? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പഠനം അവസാനിച്ചോ? ഒരിക്കലുമില്ല. ഈ പഠനം ആക്ച്വലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. ഈ പഠനം ഡേ ടു ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ശിക്ഷിക്കുന്ന പഠിച്ചവനെ പറ്റിയിട്ടാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. നമ്മൾ എന്നും നിസ്കരിച്ചിട്ടാണോ? നല്ലപോലെ നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ നിസ്കാരമൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത്? നമുക്ക് ഉറപ്പുണ്ടോ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും നന്ദിയുള്ളവരാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തൊക്കെ ഓട്ടത്തിലല്ലേ, എന്തിനൊക്കെയോ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പണം ഉണ്ടാക്കാനും ജീവിതം നന്നാക്കാനും എല്ലാം റെഡിയാക്കാനും നമ്മൾ ഇങ്ങനെ നീളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ അപ്പുറമായിട്ട് വെർ ഈസ് ബ്യൂട്ടിഫുൾ തിങ്. നമ്മളെ ആത്മാവിന് വേണ്ടത്, നമ്മളെ സോളിന് വേണ്ടത് ദ കണക്ഷൻ വിത്ത് അല്ലാഹ് സുബ്ഹാനഹു വ തആല. പഠിച്ച റബ്ബുമായിട്ടുള്ള കണക്ഷൻ ആണ് വേണ്ടത്. നിങ്ങളെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കി നോക്കാം. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ പോയിട്ടുള്ളത് ഒരു വഴിതെറ്റിയ പോലെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റബ്ബുമായിട്ടുള്ള കണക്ഷനിൽ എന്തോ പാളിച്ച് അവിടെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയും, ഒരു ബോള് നമ്മൾ പറയും സെന്റർ ഓഫ് മാസ് എന്ന് പറയും. ആ സെന്റർ ഓഫ് മാസിൽ തൊട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈസിലി കറക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ ലൈഫിന്റെ സെന്ററിലായിരിക്കണം പഠിച്ചോൻ. നമ്മളെ ജീവിതത്തിന്റെ, നമ്മളെ ദിവസത്തിന്റെ, നമ്മളെ വർഷത്തിന്റെ സെന്ററിലായിരിക്കണം. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം? റബ്ബ് സുബ്ഹാനഹു വ തആല ആയിരിക്കണം. അങ്ങനെ റബ്ബിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഫസ്റ്റ് അല്ലേ പ്ലേസ് ചെയ്യുക? അല്ലേ? ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ എപ്പോഴും ബെസ്റ്റ് അല്ലേ കൊടുക്കാൻ ശ്രമിക്കാറുള്ളൂ? നമ്മളെ മക്കൾക്ക്, നമ്മളെ ഹസ്ബൻഡിന്, നമ്മളെ പേരൻസിനൊക്കെ ഇതേപോലെ ഇതിനേക്കാളും ഒക്കെ നമ്മളെന്ന വ്യക്തിയെ സ്നേഹിക്കുന്നത് റബ്ബ് മാത്രാണ്. ഈ നമ്മളെ എല്ലാ ജേണിയിലും നമ്മളെ കൂടെ ഉള്ളത് പടച്ചോനാണ്. ജനിച്ചു വരുമ്പോഴും ഈ ലോകത്തും ഖബറിലും പരലോകത്തും ഖിയാമത്ത് നാൾ വന്ന അവിടുത്തെ ജീവിതത്തിലും അല്ലേ? ആ റബ്ബിനെ അറിയലല്ലേ ഏറ്റവും വലിയ നമ്മളെ പർപ്പസ് എന്ന് പറയുന്നത്. ആ റബ്ബിനെ ഇഷ്ടം വെക്കലല്ലേ നമ്മുടെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയല്. നമ്മളോട് തന്നെ ചോദിച്ചു നോക്ക്, റബ്ബിനെ അറിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സമയം നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, എവിടേക്കാ നമ്മൾ ഓടുന്നത്? ആസ്ക് യുവർ സെൽഫ്. നമ്മൾ എവിടേക്കാ ഓടുന്നത്? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മരണത്തിലേക്കല്ലേ? ഈ ഓട്ടം അവസാനിക്കുന്നത് നമ്മളെ മരിക്കുന്ന ദിവസമല്ലേ നമ്മള് ഓട്ടം അവസാനിക്കുക? ശരിയാണോ? നിങ്ങൾ പറയും. ഈ ഓട്ടം അവസാനിക്കുക നമ്മൾ മരിക്കുന്ന ദിവസമല്ലേ? ഈ ഓട്ടത്തിലേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് ഈ ഓട്ടം ഒന്ന് നിർത്തിയ പോലെ ഇവിടെ നിന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതുവരെ ഓടിയതുപോലെ ഓടിയാ മതിയോ? ഇതുവരെ ജീവിച്ചതുപോലെ ജീവിച്ചാ മതിയോ? അല്ല, എന്തെങ്കിലും മാറ്റം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ടോ എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കണം. ബിക്കോസ് മാർക്ക് മൈ വേർഡ്സ്, മക്കളെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്രായേൽ എപ്പോഴാണ് വന്ന് റൂഹിനെ പിടിക്കാന്ന് പറയാൻ പറ്റില്ല. ആ ഒരു മൊമെന്റില് റബ്ബെ എനിക്കൊരു ചാൻസും കൂടെ തരണം എന്ന് പറഞ്ഞാല് വി ഡോണ്ട് ഹാവ് ചാൻസ്. അവിടെ ഓൾറെഡി റിട്ടേൺഡ് ആണ് എന്ന് നമ്മൾ മരണപ്പെടും എന്നുള്ളത്. ഈ ഒരു മൊമെന്റില് നമ്മൾ മാറണം. ഈ ഒരൊറ്റ ദിവസം നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിലേ, എന്നെ കൊണ്ട് റബ്ബ് ഇത് പറയിപ്പിക്കുന്നുണ്ടെങ്കിലേ, എന്നിലൂടെ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിലേ, യുനോ ദാറ്റ്സ് ദ പ്ലാൻ ഓഫ് അല്ലാഹ് സുബ്ഹാനഹു വ തആല. നിങ്ങൾ ബാക്കിയുള്ള എല്ലാം മാറ്റി വെച്ച് റബ്ബ് നിങ്ങൾ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിലേ, റബ്ബിന് നിങ്ങളെ ഹിദായത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ സൂചന ആണ്. ഞാൻ എന്തോ ആയിട്ടല്ല, ഇത് പറയാൻ യോഗ്യത പോലും എനിക്കില്ല. ബട്ട് അറിവിന്റെ ഒരു തരിയിൽ നിന്നാണ്, ഞാൻ എക്സ്പീരിയൻസസിന്റെ ഒരു തരിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് എന്റെ സുഹൃത്തുക്കളോടും സഹോദരിമാരോടും സഹോദരന്മാരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ജീവിതത്തില് പഠിച്ചോനാണ് മക്കളെ. അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും നമുക്ക് പേടിണ്ടാവൂല. ഫെയിലിയർ വന്നോ ആയിക്കോട്ടെ, ടെൻഷൻ വന്നോ, സാമ്പത്തിക പ്രശ്നം വന്നോ, ശാരീരിക പ്രശ്നം വന്നോ, മാനസിക പ്രശ്നങ്ങൾ വന്നോ, അപ്പൊ പറയും ഹസ്ബുനല്ലാ, ഇന്റെ റബ്ബുണ്ട്. ഹസ്ബുന, അത് പറയാൻ പറ്റണോ? ഹസ്ബുനല്ലാ, എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ. ഹസ്ബുനല്ലാ, എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ. ഹൃദയക്ക് ഇങ്ങനെ മിടുക്കും കിടന്നിട്ട് ഇതിന് റബ്ബിനെ അറിയണം, ഇതിന് റബ്ബിനെ കുറിച്ച് പഠിക്കണം. ഏതൊരു സിറ്റുവേഷനിലും എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഏതൊരു സിറ്റുവേഷനിലും ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, അല്ലാഹ് ഈസ് ഇനഫ് ഫോർ മീ, എനിക്ക് എന്റെ റബ്ബ് മതി. നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഇതൊക്കെ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, വെറും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലേ? മതി, ഈ ഓട്ടൊക്കെ ഇവിടെ നിർത്തുക. ഇനി ഒന്നും കൂടെ ശക്തിയായി നിങ്ങളെ തന്നെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഓടാൻ വേണ്ടി പോകുന്നത്, അല്ലേ? റബ്ബിനെ അറിയുക എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്, റബ്ബിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. കൈ തന്നില്ലേ നമുക്ക്, കാല് തന്നില്ലേ, നടക്കാൻ പറ്റുന്നില്ലേ, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ, ഇന്ന് റബ്ബ് നിങ്ങളെ എണീപ്പിച്ചില്ലേ. നെക്സ്റ്റ് സെക്കൻഡിൽ നമുക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല, നാളെ നമുക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. അത്രത്തോളം ഗ്യാരണ്ടിയേ ഉള്ളു മനുഷ്യന്. എന്നിട്ട് നമ്മള് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? ഇതാണ് മൈ ക്വസ്റ്റ്യൻ, മൈ ഡിയേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരൊറ്റ വാക്കിൽ പറയാം. വാട്ട് ആർ യു ഫീലിംഗ് അറ്റ് ദിസ് മൊമെന്റ്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പോ ഈ ഒരു ഇതിലിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ചാനൽ മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളും നിങ്ങളെ റബ്ബുമായിട്ടുള്ള കോൺവെർസേഷനാണ്. ഓക്കെ, നിങ്ങളെ റബ്ബ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഐ എം നത്തിങ്. ഞാനിവിടെ ഇല്ല. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമില്, ഈ ഒരു റൂമില്, ഈ ഒരു റൂമില് നിങ്ങൾ ഇരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങളും നിങ്ങളെ റബ്ബും മാത്രമേ ഉള്ളൂ. I'm nothing. I'm not here. You're talking to your Rabb. What you will talk? That is my question. എടാ, എത്ര അനുഗ്രഹമാണ് നമുക്ക് തന്നിട്ടുള്ളത്, എത്ര അനുഗ്രഹങ്ങളാടാ. ഒന്ന് ആലോചിച്ച് നോക്ക്. റബ്ബ് തന്ന അനുഗ്രഹത്തിന് ശുക്ർ പറയാൻ റബ്ബ് തന്നെയല്ലേ നമുക്ക് ആരോഗ്യം ആഫിയത്തും നൽകുന്നത്? ഒന്ന് തിങ്ക് ചെയ്തോ. റബ്ബ് തന്നെയല്ല അതിനുള്ള എനർജി തരുന്നത്. റബ്ബിന് ഇബാദത്ത് ചെയ്യാന് റബ്ബ് തന്നെയല്ല നമുക്ക് അതിനുള്ള എനർജി നൽകുന്നത്. റബ്ബ് തന്നെയല്ല നമുക്ക് അതിനുള്ള ഭക്ഷണം നൽകുന്നത്. എവ്രിതിങ്, നമുക്കുള്ള എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എവ്രിതിങ്. നമ്മളെ പാരന്റ്സിനെ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിനെ, ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോ ഒരൊറ്റ സങ്കട ജീവിതത്തില് അതും റബ്ബ് പറയുന്നുണ്ട്, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ പരീക്ഷിക്കും കൂടുതലെന്ന്. ആ പരീക്ഷണം നേരിടുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? റബ്ബിന് ഇഷ്ടല്ല, റബ്ബിന് ഇഷ്ടല്ല. ഒരൊറ്റ വാക്കാം. നമ്മളിങ്ങനെ ചോദിക്കും, പഠിച്ചോനെ എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കണേ? ഞാൻ എന്തൊക്കെ തെറ്റുകൾ എന്താണ് ചെയ്തുകൊണ്ടാണോ, അങ്ങനെയാണോ? ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. എടാ, റബ്ബ് പറയുന്നുണ്ട്, ഞാനിത് നിങ്ങളെ ഭയങ്കര ഇഷ്ടാണ്. ഞാനൊരു സ്കോളറിന്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് പറയുന്നുണ്ട്, റബ്ബിനെ നമ്മൾ സ്നേഹിക്കാന്ന് പറയുമ്പോ ഇറ്റ്സ് ഓക്കെ, പക്ഷെ റബ്ബ് നമ്മളെ സ്നേഹിക്കാന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. റബ്ബിനെ നമ്മൾ സ്നേഹിക്കാന്ന് പറയുമ്പോ ഇറ്റ്സ് ഫൈൻ, പക്ഷെ പഠിച്ചോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഒന്ന് ആൾ ആലോചിച്ച് നോക്ക്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഈ സൈലൻസിൽ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലാഹുവിന്റെ ബ്യൂട്ടി. റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാല് പെട്ടെന്ന് രേഖപ്പെടുത്താൻ പറയും അത്ര. പക്ഷെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പറയത്രേ, അവിടെ നിൽക്ക്, അവർ പൊരുത്തപ്പെടിയിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പൊറുക്കലിന് തേടുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ്. അത്രത്തോളം കാരുണ്യങ്ങളാണ്, അത്രത്തോളം നമ്മളെ നന്മയിലേക്ക്, എന്താ പറയാ, നല്ല പാതയിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്തയാണ് റബ്ബിനുള്ളത്, ആഗ്രഹമാണ് റബ്ബിനുള്ളത്.
പക്ഷേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, പക്ഷെ റബ്ബ് പറയുന്നുണ്ട് നമ്മളെ തൊണ്ട ഞാടിയേക്കൽ, ദാറ്റ് മീൻസ് നമ്മൾ മരിക്കുന്ന ആ ഒരു പോയിന്റിൽ വരെ നമുക്ക് തൗബ ചെയ്യാനുള്ള സമയമുണ്ട് എന്നുള്ളത്. റമളാനില് അല്ലെ? എന്തിനു പറയുന്നത്? ഇതിനു വേണ്ടിയിട്ട്. ഇപ്പൊ തഹജ്ജുദിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ രാവിലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏഴാൻ ആകാശത്തുനിന്ന് ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കൂത്രേ, ഭൂമിയിലേക്ക് നോക്കിയിട്ട്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം തരാം. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാ? Get up for tahajjud, pray tahajjud, ask Allah. Definitely നിങ്ങളെ ലൈഫ് മാറിയിരിക്കും. മാർക്ക് മൈ വേർഡ്സ്, മാർക്ക് മൈ വേർഡ്സ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പുസ്തകം വായിച്ചിട്ട്, വേറൊരു പോഡ്കാസ്റ്റ് കേട്ടിട്ട്, ഒരു സയന്റിസ്റ്റോ വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയണ്, നിങ്ങൾ ഈ സമയത്ത് ഇത്ര പ്രാവശ്യം അതേ ഇത്, ഇത്ര പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്യ്, നമ്മൾ ചെയ്യൂലേ? പക്ഷെ ഖുറാനില് റബ്ബ് ണ്ട്, നിങ്ങൾ എഴുന്നേക്ക്, നിങ്ങൾ നിസ്കരിക്ക്, നിങ്ങൾ എന്നോട് ചോദിക്ക്. എന്തിനു പറയുന്നു? 5 വഖത്ത് നിസ്കാരം. ബാങ്ക് കൊടുക്കുന്ന ബാങ്കിലും അറിയുന്നുണ്ട്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ളത്. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ് സക്സസ് ആണ് നിസ്കാരം. സ്റ്റാർട്ട് പെർഫോമിങ്. എങ്ങനെ? ഇതുവരെ നിസ്കരിച്ച പോലെ ആവരുത്. ഇന്ന് വരെ നിസ്കാരത്തിനായിട്ട് കാത്തിരുന്നിട്ടുണ്ടോ? മൈ ക്വസ്റ്റ്യൻ ടു യു. നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടോ? നിസ്കാരം എന്ന് പറയുന്നത് എന്താന്ന് പറയാം മക്കളെ? റബ്ബുമായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ, ഒരു മീറ്റിങ്ങിന് പോകുമ്പോ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് എക്സിക്യൂട്ടീവ് ലുക്കിലാ പോവാ. നിസ്കരിക്കാൻ പോകുമ്പോഴോ നിസ്കാര കുപ്പായം എത്ര സമയം തോറുമാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. നിങ്ങളോട് ചോദിക്കുക ഈ ചോദ്യം, നമ്മളോട് ചോദിക്കണം ഈ ചോദ്യം. എത്ര പ്രയോറിറ്റി ആണ് നിസ്കാര കുപ്പായത്തിനും ആ പടക്കും നമ്മൾ കൊടുക്കുന്നത്, പടത്തിനും കൊടുക്കുന്നത്. അതേപോലെ തന്നെ അത്ര പറ്റാറുണ്ടോ? അല്ലെങ്കിൽ അത് അത്രയും മെയിൻ്റനൻസിലാണോ, ക്ലീനിലാണോ നമ്മൾ കൊണ്ട് നടക്കുന്നതെന്ന് പ്ലീസ് ആസ്ക് യുവർ സെൽഫ്. ഇതൊക്കെ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. നിസ്കാരക്കുപ്പായം മറച്ചിട്ടാലും കുഴപ്പമില്ല. ഒരൊറ്റ ചോദ്യം, മറച്ചിട്ട് ഡ്രസ് ഇട്ടിട്ട് നിങ്ങൾ പുറത്തു ഇറങ്ങാറുണ്ടോ? അപ്പൊ ആൾക്കാർ കാണും അല്ലെ? അപ്പൊ പ്രശ്നമാണ്. ബട്ട് ബിയോണ്ട് ദിസ് ഓൾ, Allah is seeing you. Allah is watching you. ഇപ്പോഴും റബ്ബ് പറഞ്ഞുകൊണ്ടിരിക്കാണ്, എന്നോട് ചോദിക്കൂ. ആൻഡ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയെന്ന് അറിയോ? ഒരുപാട് തെറ്റ് ചെയ്യുന്നവരെയാണ്. അത് മീൻസ് തെറ്റ് ചെയ്യുന്നവരെ എന്ന് വെച്ചാല് തെറ്റ് ചെയ്ത് തൗബ ചെയ്യുന്നവരെ. അപ്പൊ നമ്മള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബക്ക് അവിടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. എത്ര കാരുണ്യവാനാണ് നമ്മളെ പടച്ചോന്, എത്ര കാരുണ്യവാനാണ്, എത്രത്തോളം കാരുണ്യവാനാണ് അല്ലെ? എത്രത്തോളം. ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, യാ അല്ലാഹ് പൊറുക്കണം അല്ലാഹ്. ദിസ് ഈസ് യുവർ മൊമെന്റ്. നിങ്ങൾക്കൊരു അവസരമാണ്. ഇത് റബ്ബ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസരമാണ്. എന്തിന്? നന്നാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റബ്ബിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ there is not sure. ഈ അവസരം എപ്പോഴും നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പല്ല. ആസ്ക് യുവർ സെൽഫ്, തിങ്ക്. ചിന്തിക്കുന്നവനക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരൊറ്റ മൊമെന്റിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കി, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് തിങ്ക്. ആർ യു ഗ്രേറ്റ്ഫുൾ? ലൈൻ ഷക്കർത്തും ലഅസീദനക്കും. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ഇൻക്രീസ് ചെയ്ത് തരും. അത് കാരുണ്യവാനായിട്ടുള്ള റബ്ബാണ് പറയുന്നത്. നമ്മൾ നന്ദിയുണ്ടോ? ഇന്ന് എത്ര അൽഹംദുലില്ലാ പറഞ്ഞു നിസ്കാരത്തിന്റെ ശേഷം? വെറും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതല്ല, മനസ്സ് തൊട്ടിട്ട് റബ്ബിനോട് ഈ ജീവിതത്തിന്, ഈ അവസരത്തിന് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞു നമ്മള്? എത്ര പ്രാവശ്യം നിസ്കാരത്തിനായി കാത്തിരുന്നിട്ടുണ്ട് മക്കളെ?
എത്ര പ്രാവശ്യം അള്ളാനെ ഫസ്റ്റിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും? എത്ര പ്രാവശ്യം ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും നിസ്കരിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം? തിങ്ക് ചെയ്ത് നോക്ക്. ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ടേൺ. മാറാനുള്ള ഒരു അവസരമാണിത്. അള്ളാഹ് ഹാസ് ഗിവൻ യു എ ചാൻസ്. പഠിച്ചോ നന്നൊരു ചാൻസ് ആണിത്. തിങ്ക് ചെയ്ത് നോക്ക്. ക്ലോസ് യുവർ ഐസ്. എല്ലാരും കണ്ണുകൾ അടച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാം. ഫോക്കസിങ് ഓൺ അള്ളാഹ്. ഇതാണല്ലോ ഇതല്ലേ? എല്ലാരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ക്ലോസ് യുവർ ഐസ്. ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം. പതിയെ ശ്വാസം പുറത്തു വിടും. റിലാക്സ്, 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 റിലാക്സ്. ബാക്കിയുള്ള എല്ലാത്തിനെയും തിങ്ക് ചെയ്യാതെ പഠിച്ചോനെ മാത്രം തിങ്ക് ചെയ്യും. പഠിച്ചോനെ മാത്രം. നിങ്ങളെ റബ്ബ് മാത്രമുള്ള ലോകം. യാ അല്ലാഹ്, പ്ലീസ് forgive me. യാ അല്ലാഹ്, പ്ലീസ് forgive me. പഠിച്ചോനെ, ഇന്ന് വരെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. യാ അല്ലാഹ്, പ്ലീസ് forgive me. യാ അല്ലാഹ്, പ്ലീസ് forgive me. മനസ്സില് റബ്ബന റബ്ബന അത് മാത്രം ഉരുവിടുക. വേറെ ഒന്നുമില്ല, വേറൊരു ലോകമില്ല. റബ്ബ് മാത്രം. മനസ്സറിഞ്ഞ് റബ്ബിനോട് നന്ദി പറയുക. അൽഹംദുലില്ലാഹ്. പഠിച്ചോനെ, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ട് ഞാൻ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലാ. എനിക്കൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലാ. ഐ എം സോറി. എനിക്ക് പൊരുത്തപ്പെടണം അല്ലാ. ഇത്രത്തോളം എന്തൊക്കെയാണ് എനിക്ക് തന്നിട്ടുള്ളത് അല്ലാ. എനിക്ക് പൊറുക്കണം അല്ലാ. സോറി. ഞാൻ നിസ്കാരത്തിന് ഫസ്റ്റ് വെച്ചിട്ടില്ല അല്ലാ. ഞാൻ റബ്ബിനെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല അല്ലാ. ഞാൻ ഒരു കാര്യം ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല അല്ലാ. ഞാൻ എന്തൊക്കെയോ ഓട്ടത്തിലായിരുന്നു പഠിച്ചോനെ. മനുഷ്യന് വേണ്ടി, മനുഷ്യൻ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കായിരുന്നു പഠിച്ചോനെ. എനിക്ക് തവക്കുൽ ഉണ്ടായിരുന്നില്ല പഠിച്ചോനെ. ഏതൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടിയായിരുന്നു ഐ വാസ് ലിവിങ്. ഐ എം സോറി. പ്ലീസ് forgive me. യാ അല്ലാഹ്, യാ റബ്ബ്, യാ റഹ്മാൻ, യാ റഹീം, യാ മാലിക്,
യാ ഖുദ്ദൂസ്, യാ അല്ലാഹ്. ടുഡേ ഈ ഒരു മൊമെന്റില് ഞാൻ തീരുമാനം എടുക്കുകയാണ്. എന്റെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇറ്റ് വിൽ ബി യു അല്ലാഹ്. എന്റെ ലൈഫില് റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞിട്ട് ബാക്കി എന്തും എനിക്ക് ഉണ്ടാവുള്ളൂ അല്ലാഹ്. എന്റെ ലൈഫില് റബ്ബാണ് എവ്രിതിങ്, എവ്രിതിങ് ഫോർ മീ. ഞാൻ ഒന്നിനെ കുറിച്ച് ഇനി പേടിക്കൂല. ഞാൻ എന്റെ വർക്ക് മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. യാ അല്ലാഹ്, നിങ്ങളെ ജീവിതത്തില് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളെ റബ്ബ് നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല. നിങ്ങൾക്ക് റബ്ബിനോട് പറയാം, റബ്ബിന് ആ പ്രശ്നങ്ങളെ ഏൽപ്പിക്കാം. റബ്ബേ, ഇന്ന് ഈ നിമിഷം ഈ പ്രയാസം ഈ പ്രശ്നം ഞാൻ എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നു അല്ലാഹ്. പഠിച്ചോനെ, ഇനി ഞാൻ ഈ പ്രശ്നത്തിനെ കുറിച്ച് ചിന്തിക്കൂല. ഇതിന്റെ റബ്ബിന്റെ കയ്യിലാണുള്ളത്. ഇറ്റ് വിൽ ബി സേഫ് ദർ. ഐ നോ ദാറ്റ്. എന്റെ റബ്ബ് അത് ബെസ്റ്റ് എനിക്ക് തരും. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. യാ അല്ലാഹ്, ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. യാ അല്ലാഹ്, ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ഇറ്റ് വിൽ ബി ദി ബെസ്റ്റ്. ഞാൻ അറിയാൻ വൈകിപ്പോയല്ല, പക്ഷെ ഐ എം താങ്ക്ഫുൾ. ഈ നിമിഷമെങ്കിലും എനിക്ക് അതിനുള്ള ഹിദായത്ത് എന്റെ റബ്ബ് നൽകിയല്ലോ. യാ അല്ലാഹ്, യാ അല്ലാഹ്, താങ്ക് യു അല്ലാഹ്. നിങ്ങളെ ഉമ്മാക്കും ഉപ്പാനൊക്കെ തന്നു പഠിച്ചവരോട് നന്ദി പറയുക. യുനോ, ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിഥിങ് ഇൻ ദിസ് ലൈഫ്. എടാ, ശ്വസിക്കാൻ വായു തന്നില്ലേ, വെള്ളമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾക്ക് തരുന്നത്. ഗസയിലുള്ള പൊന്നു മക്കള് ഇതുവരെ സൂസൈഡ് അവർ തെരഞ്ഞെടുത്തിട്ടില്ല. എത്രത്തോളം സഹിച്ചിട്ടുണ്ട് അവരൊന്ന് ആലോചിച്ച് നോക്ക്. അതെന്താ? അവരുടെ തവക്കുലാണ്. നമ്മൾ എത്ര പ്രാവശ്യടാ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ മരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പെടുത്തിട്ടുണ്ട്. വിശപ്പും ദാഹത്തിനേക്കാൾ അപ്പുറമുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. പ്ലീസ് ഫർഗീവ് മീ അല്ലാഹ്. നിങ്ങളെ പഠിച്ചവരോട് മനസ്സറിഞ്ഞ് സംസാരിക്കാം. ടോക്ക് ടു അല്ലാഹ്, ടോക്ക് ടു അല്ലാഹ്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മാലിക്, യാ ഖുദ്ദൂസ്, യാ ജബ്ബാർ. പഠിച്ചവനോട് മനസ്സറിഞ്ഞ് സംസാരിക്കാം. ആ സ്നേഹത്തിലായിട്ടിരിക്കാം. നിങ്ങൾക്ക് പൊട്ടിക്കരഞ്ഞ് ആരുടെ മുന്നിലാണ്, ആർക്ക് വേണ്ടിയാണ് കരയുന്നത്? റബ്ബിന് വേണ്ടി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ഫ്രണ്ട്സ് തെറ്റിയാല് കരയാറുണ്ടല്ലേ നമ്മള്? പല കാര്യങ്ങൾക്ക് നമ്മൾ കരയാറുണ്ടല്ലേ? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ കരയാറുണ്ടല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? റബ്ബിന്റെ ശുക്ർ ആലോചിച്ചുകൊണ്ട്, റബ്ബ് നമുക്ക് പൊരുത്തപ്പെടുന്നത് ആലോചിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? At this moment, I'm taking the biggest decision in my life. Ya Allah, Alhamdulillah, Alhamdulillah, Alhamdulillah. Please forgive me, Allah. പുറത്ത് Allah. പാപിയാണ് Allah. പൊരുത്തപ്പെടണം Allah. ഭാഗ്യം എനിക്ക് നൽകണം Allah. Just imagine, നിങ്ങൾ കഅബ കാണാൻ പോകുന്നതും, ആദ്യമായി കഅബ കാണുന്നതും, കഅബയുടെ കില്ല പിടിച്ച് കരയുന്നതും, യുനോ റബ്ബുങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ആ വീട്ടിലേക്ക്. തവാഫ് ചെയ്യുന്നതും, സംസം കുടിക്കുന്നതും, കഅബയുടെ മുന്നിലിരുന്ന് നമസ്കരിക്കുന്നതും, ഇതൊക്കെയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഇന്ന് മുതൽ യു ഹാവ് ഡിസൈഡിങ്. അള്ളാഹുവിന്റെ തീരുമാനത്തിന് ഞാൻ ശുക്ർ ഉള്ളവളായിരിക്കും, അല്ലെങ്കിൽ ശുക്ർ ഉള്ളവനായിരിക്കും. യെസ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എവ്രി മൊമെന്റ്സ്.
റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളെ സങ്കടങ്ങളും നിങ്ങളെ പ്രയാസങ്ങളൊക്കെ ഇവിടെ അലിഞ്ഞു പോയിട്ടുണ്ട്. പുതിയ മനുഷ്യനായി, ചിരിക്കുന്ന മനുഷ്യനായി, തഖ്വയുള്ള മനുഷ്യനായി, ഖുശൂഉള്ള മനുഷ്യനായി, നിസ്കാരത്തിനെ കാത്തിരിക്കുന്ന, റമളാനിനെ കാത്തിരിക്കുന്നവളായി, റമളാനിനെ കാത്തിരിക്കുന്നവനായി, സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി പതിയെ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനത്തോടു കൂടി തിരിച്ചു വരും. പതിയെ പതിയെ തിരിച്ചു വരും. സ്ലോലി. യാ. ഉം. അപ്പോ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എത്ര ഭാഗ്യവന്മാരാണല്ലേ. എനിക്കറിയോ, റമളാൻ ഈസ് കമ്മിങ് ആൻഡ് ദിസ് ഈസ് ദി ബ്ലെസ്ഡ് മൊമെന്റ് ഇൻ ആർ ലൈഫ്. യെസ്. ഇനി ഓരോ മൊമെന്റിലും, ഓരോ ദിവസവും യുനോ വി ഷുഡ്, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ അറിയോ, പഠിച്ചോനെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. വിഷമമൊക്കെ വരുമ്പോ ഞങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞുതരാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ അള്ള മതി. ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പൊ പറയാം, എപ്പോഴും പറയാം. ഇത് നിങ്ങളൊരു അഫർമേഷനായി മാറട്ടെ. ഓക്കെ, യു ആർ ഗ്രേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് കേൾക്കാന് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ ചൂസ് ചെയ്തില്ല. അതിനേക്കാളും വലിയ ബ്ലെസ്സിങ് എന്താ ഇതിന്? അപ്പൊ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, റബ്ബിന് നിങ്ങളെ എത്ര ഇഷ്ടാന്നുള്ളത്. ഒരൊറ്റ കാര്യത്തില് തിങ്ക് ചെയ്താൽ മതി. മാഷാ അല്ലാ. അപ്പോ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു പ്രോഗ്രാം ഉണ്ട്, അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. നൂർ അറൂഹ്, സ്പിരിച്വലി എലിവേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. റമളാനിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അള്ളാഹുവായിട്ട് ഒരുപാട് അടുക്കാനും സ്പിരിച്വൽ വേസ് കൊണ്ട് എന്താ പറയാ റമളാനിനെ വരവേൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് കാലിക്കറ്റ് ഓഷ്ലി ഹോട്ടലിൽ വെച്ചിട്ട് ഈ വരുന്ന നാളെയല്ല, നെക്സ്റ്റ് സൺഡേ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇൻഷാ അല്ലാ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്പിരിച്വലി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഇല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഇല്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കണക്ഷൻ ഇല്ലേ, ഇൻഷാ അല്ലാ ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവാം. ഈ ബാച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇറ്റ്സ് റമളാൻ ബാച്ച്. അപ്പോ പറയണ്ടല്ലോ അത് ഏത് തരത്തിലാണ് പോകാൻ പോകുന്നത് എന്നുള്ളത്. സീറ്റ്സ് ആർ ജോയിൻ ചെയ്യാനും മിസ്ന സീറ്റ്സ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളി. ഞാനുണ്ടാവും, സാർ ഉണ്ടാവും. മക്കളെ മിസ് ഔട്ട് ആവൂല, അത് നിങ്ങളെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. മാർക്ക് മൈ വേർഡ്സ്. എനിക്ക് ഇനിയും പറയണമെന്നുണ്ട്, സമയം അതീതമാണ്. നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാ എന്ത് ചെയ്യാം, നമ്മളെ സെഷനിൽ വെച്ചിട്ട് സംസാരിക്കാം. അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തില്ലേ, ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത്? യു ഫീലിംഗ് ഹാപ്പി, ഗ്രേറ്റ്ഫുൾ? ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാ അടുത്ത ഞായറാഴ്ച റംലാനിനോട് തൊട്ട് മുന്നേ നമ്മള് കംപ്ലീറ്റ്ലി ഒന്ന് സോളും മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. ഉഷാറാവൂലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവരും വായോ, നമുക്ക് അവിടെ വെച്ച് കാണാം, അവിടെ വെച്ച് സംസാരിക്കാം, നമുക്ക് പ്രോഗ്രാം ഉഷാറാക്കാം ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയും കാണാം, ഇനിയും സംസാരിക്കണം.
അള്ളാഹു താല ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആൻഡ് യു നോ വൺ തിങ്, നാളെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു താല നമ്മൾ ഇതേപോലെ ഈ സന്തോഷത്തില് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അള്ളാഹു താല നമ്മൾ കൂട്ടട്ടെ അല്ലെ. എല്ലാരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചോട്ടോ. ഇൻഷാ അള്ളാ ഭക്ഷണമൊക്കെ കഴിക്ക്. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ മറക്കേണ്ട നമ്മളെ പ്രോഗ്രാം 15-ാം തീയതിയാണ്. എല്ലാവരും പ്രോഗ്രാമിന് വരാം. അടിപൊളിയായിട്ട് നമുക്ക് റമളാനെ വരവേൽക്കണം. റമളാൻ എന്നിട്ട് റമളാൻ പോലെ ആവരുത്, ഈ റമളാൻ നമ്മളെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആവാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു. ഓവർ ടു യു മിസ്. വലൈക്കും അസ്സലാം. രശ്മി മാം, താങ്ക് യു സോ മച്ച്. എന്താ പറയണ്ടേന്ന് അറിയില്ല. നമ്മൾ ഈ ടോപ്പിക് പറഞ്ഞപ്പോ തിസ്നി മാമിന്റെ സെഷന് ആള് കുറെ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടും അങ്ങനെ ഒന്നുമില്ല, ഒരു ഗൈഡഡ് ആയി വന്ന് നമുക്ക് ആവശ്യമില്ല. തിസ്നി മാം നമ്മളടുത്തൊക്കെ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ ആവശ്യം നിങ്ങൾക്ക് എന്താണോ അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക, അതിനാണ് കുറച്ചുകൂടെ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയായിരുന്നു നമ്മളൊക്കെ ഉള്ളില്, ഞാൻ മെഡിറ്റേഷനിൽ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ പലപ്പോഴും എനിക്ക് കണക്ട് ആവില്ല, പക്ഷെ ഇന്നത്തെ മെഡിറ്റേഷൻ എന്തോ നമുക്ക് ആവശ്യമില്ല, നമ്മുടെ റബ്ബിനോടുള്ള കണക്ഷൻ ഒരാളായിട്ട് കൊണ്ടുതന്ന് നമ്മളിലേക്ക് എത്തിക്കായിരുന്നു. ഇനി നമ്മളെ കയ്യിലാണുള്ളത്. ആൾക്ക് ഒരു ഹിന്റ് തരാൻ വേണ്ടി പറ്റൂ. എൻ്റെ പഠിച്ചവരോട് എനിക്ക് അടുക്കണം, അല്ലെങ്കിൽ എൻ്റെ പഠിച്ചവനായിട്ട് എനിക്ക് നടക്കണം, എൻ്റെ നിസ്കാരങ്ങൾ എനിക്ക് ഏറ്റവും നല്ലതാക്കണം. എന്തിനൊക്കെ മുന്നേ എനിക്ക് നിസ്കാരമായിരിക്കണം വലുത്. എന്ത് ചെയ്യുമ്പോഴും എൻ്റെ പഠിച്ചവനെ ഞാൻ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പലരും പറയാറുണ്ട്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നിസ്കാരങ്ങൾ സമയത്തിനാക്ക്, അവിടെ നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം കിട്ടും. വേറെ എന്തൊക്കെ ആയിക്കോട്ടെ അത് നിങ്ങൾ റെഡിയാക്കിയാൽ, തഹജ്ജുദ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ഖുർആനെ പഠിച്ചുകൊണ്ടൊക്കെ ഒരു ബ്യൂട്ടി എന്തൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതൊക്കെ പഠിച്ചതായിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി ഏറ്റവും അടിപൊളിയായിട്ട് ജസ്മിന നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരുത്തരും പഠിച്ചവനെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. അൽഹംദുലില്ലാ, ഒരുപാട് താങ്ക് യു, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി ഞാനല്ല കുറെ പറയേണ്ടത്, തസ്നിയ മാം ഫീഡ്ബാക്ക് ഓരോരുത്തരും പറയാം. അതിന്റെ മുന്നേ പ്രോഗ്രാമിൽ കണക്ട് ചെയ്യാൻ ആരോ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ള ലിങ്ക് വന്ന് നമ്പറിൽ കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ 8137023966 ആ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ടൈം താങ്ക് യു തസ്നി മാം, താങ്ക് യു എവരി വൺ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു 50 പാർട്ടിസിപ്പൻസോളം ഏകദേശം ഉണ്ടായിരുന്നു ലൈവ് ഓൺഗോയിങ്. ബാക്കി യൂട്യൂബിൽ നിന്ന് കണ്ടോളൂ. ആരാണ് ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി വരുന്നത്? എല്ലാവർക്കും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഫസ്റ്റ് ആരായിരുന്നു വരുന്നത്? ആരാണ് വരുന്നത്? ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തസ്നി മാമിന്റെ പ്രോഗ്രാമിന്റെ ആഡ് കണ്ടപ്പോഴേ, നിങ്ങൾ വരാനിരിക്കുന്ന പ്രോഗ്രാമിന്റെ ആഡ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. പഠിച്ചോനെ എനിക്ക് കൂടാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ നാട്ടിലല്ല. അപ്പൊ അതുകൊണ്ട്, പക്ഷെ അത് എന്തോ റബ്ബ് എനിക്ക് നികത്തി തന്നതുപോലെ ഒരു ഫീല്. അൽഹംദുലില്ലാ. പിന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഇത് എനിക്ക് തോന്നുന്നു, നമ്മളുടെയൊക്കെ ചെറുപ്പത്തില് പാരന്റ്സ് റബ്ബിനെ കുറിച്ച് പറയല എങ്ങനെയാ, അങ്ങനെ വൃത്തികേട് കളിക്കരുത് കേട്ടോ, അത് ചെയ്താൽ പഠിച്ചോൻ തീയിലിടും, അല്ലെങ്കിൽ അങ്ങനെ 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 റബ്ബിനെ നമ്മളൊരു എന്താ പറയാ, ഒരു വല്ലാതെ പേടിക്കുന്ന ആ ഒരു ലെവലിലാണ് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ഒരു പാരന്റിങ്ങിന്റെ ലെവലായിരിക്കും മേ ബി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാനോ, അല്ലെങ്കിൽ നേരത്തെ മാം പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം മാമിന്റെ ആ ഒരു കോൺവെർസേഷനെ കാണുമ്പോൾ തൊട്ട് മുന്നിൽ നിന്നിട്ട് ചോദിക്കും മോളെ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അടുപ്പിച്ചു. അല്ലാതെ അപ്പൊ ഞാൻ പലപ്പോഴും ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മക്കളോട് അങ്ങനെ പറയാൻ പാടില്ല. പണ്ടത്തെ ചിട്ടയോ ശീലമോ അറിവില്ലായ്മ എന്തോ ഉണ്ടാകാം. എപ്പോഴും പറയില്ല അങ്ങനെ, നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോൻ തീയിലിടും, അല്ലെങ്കിൽ നീ കുരുത്തക്കേട് കളിച്ചാൽ പഠിച്ചോൻ തീയിലിടും, നീ എന്ത് തരുന്നു എന്നൊന്നും പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെവൽ എനിക്ക് തോന്നുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, അറിവില്ലായ്മ ആയിരിക്കാം. പക്ഷെ ഇപ്പം മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എന്റെ മുന്നിൽ നിന്ന് എന്താ പറയാ, ചോദിക്കും മോളെ എന്ന് പറഞ്ഞ പോലെ ഒരു ഫീൽ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. പറയാതിരിക്കാൻ പറ്റുന്നില്ല. മാഷാ അല്ലാഹ്. താങ്ക് യു തഹസീൻ മാം. ഇൻഷാല്ല അതിന് നെക്സ്റ്റ് എഡിഷൻ വരും. എന്തായാലും നമ്മൾ ഈ ഒരു സ്പിരിച്വൽ അവൈക്കണിങ് തന്നെ ഫോക്കസ് ചെയ്തിട്ടോ, ഇതിപ്പോ റമദാൻ സ്പെഷ്യൽ ബാച്ച് ആണ്, ആ സമയത്ത് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം ഇൻഷാല്ല. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? മൈക്കെല്ലാവർക്കും അൺമ്യൂട്ട് കേട്ടോ, നമ്മൾ പെർമിഷൻ തന്നിക്കണം. വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ വരുന്നവരുണ്ടോ?
എല്ലാരും എന്താണ് പറയണ്ടേന്ന് അറിയാണ്ട് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണോ? കമന്റ് ബോക്സിൽ പറയൂ അൽഹംദുലില്ലാ ഗ്രേറ്റ്ഫുൾ. ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണോ? എന്തെങ്കിലും തോന്നിയ കാര്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത്. ഓ. ഞാനും എൻ്റെ ബ്രദറും വൈഫുണ്ട്. ഓ ഗ്രേറ്റ്. സാറിന്റെ ക്ലാസ് അവള് മുന്നേ കേട്ടിട്ടുണ്ട്, അവളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ആ ആ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ക്ലാസ് എന്നുള്ളത് അറിഞ്ഞത്. ആ ആ അൽഹംദുലില്ലാ. ഇനി അടുത്ത ക്ലാസ്സിൽ ആ കൂടുതലൊന്നും ഇപ്പം പറയാനില്ല. ഓക്കെ, അൽഹംദുലില്ലാ. ക്ലാസ് കേട്ടപ്പോ ഓക്കെ. ആദ്യമായിട്ടാണ് തസ്നീമന്റെ ക്ലാസ് ഒക്കെ കേൾക്കുന്നത്. ഓ ഓ താങ്ക് യു. നേമ മാം എന്താ അഫ്സൽ സാർ മറ്റേ 360 ഡിജി അക്കാഡമിത്താണോ? യെസ്. ആ ഓക്കെ ഓക്കെ. അല്ല ഇങ്ങനെ ഓഫീസിൽ നിന്ന് വന്നപ്പോ എന്തായാലും സന്തോഷം. ഇൻഷാല്ല ഈ ഫ്രീ ടോക്ക് എല്ലാ ശനിയാഴ്ചയും നടക്കാറുണ്ട് കേട്ടോ, രാത്രി 8:15. പിന്നെ റെക്കോർഡിങ്സ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടും. ആ സമയത്ത് വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. കഴിഞ്ഞില്ലേ? താങ്ക് യു. നസീറ മാം പറയുന്നത് ഇമോഷണലി കണക്റ്റഡ്. താങ്ക് യു നസീറ മാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പേര് റസീന എന്നാണ്. ആ റസീന മാം പറഞ്ഞോളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴാണ് അഫ്സൽ സാറിൻ്റെ ഒരു ഹാബിറ്റ് ട്രാക്കിൻ്റെ ബുക്ക് കണ്ട് അങ്ങനെ അത് വരുത്തി. സാറായിട്ടൊരു സിറ്റിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞപ്പോൾ സാറ് നമ്പർ ഇങ്ങനെ സേവ് ചെയ്തപ്പോൾ ജസ്റ്റ് ഇന്ന് വാട്സപ്പിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. യാ അങ്ങനെ അങ്ങനെ കയറിയതാണ്. എന്തായാലും വളരെ ഉപകാരമായി. ഞാൻ ആ മെഡിറ്റേഷൻ സമയത്തൊക്കെ മാം പറഞ്ഞ പോലെ ഞാൻ കരയായിരുന്നു. എനിക്കൊരു ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫായ ഒരു ഫീലാണ് എനിക്ക്. മാഷാ. എനിക്കെന്തോ ഒരു എന്താ പറയുക, ഒരു ഹാർട്ടിലൊരു ഭയങ്കര ബേർഡനായിട്ട് ഇങ്ങനെ എന്തോ ഒന്നിങ്ങനെ നിന്നിരുന്നു. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുകി പോയ ഒരു അവസ്ഥ വന്ന് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിന്. ഞാൻ വിചാരിച്ചിട്ടില്ല അറ്റൻഡ് ചെയ്യുന്നത്. വെറുതെ ഞാൻ ജസ്റ്റ് 8 മണിയായപ്പോൾ ഒന്ന് കയറിയതാണ്. എനിവേ താങ്ക് യു. താങ്ക് യു റസീന മാം. താങ്ക് യു. നമ്മൾ ഹാബിറ്റ് ട്രാക്കർ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളുണ്ട് തസ്നീമ. അത് യൂസ് ചെയ്ത് നമ്മളെ ജേണലൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായി വരുന്നു ഇൻഷാല്ല. എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ കയറാൻ പറ്റട്ടെ ഇൻഷാല്ല. ഇതെല്ലാ ശനിയാഴ്ചയും വരാറുണ്ട് കേട്ടോ. സാറെ സ്റ്റാറ്റസിൽ ഒരു ലിങ്ക് ഉണ്ടാവും ഗ്രൂപ്പിൽ, അതുവഴി ഗ്രൂപ്പിൽ കയറിയാൽ മതി. അപ്പോൾ ബാക്കി അപ്ഡേറ്റ് ഒക്കെ അവിടെ കിട്ടും കേട്ടോ ഇൻഷാല്ല. താങ്ക് യു. നമ്മളൊക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള സോൾസ് ആണെന്നാണ് റസീന മാം ആയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് നമ്മളിവിടെ എത്തിൻ്റെ പിറകിൽ റീസൺ ഉണ്ട്. നമുക്കതവിടെ കിട്ടി. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ലക്ഷ്യാന്നല്ലേ ഉണ്ടല്ലോ. എന്നിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. സന്തോഷം. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? ഹലോ, അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചായിരുന്നു നൂർജഹാൻ. നൂർജഹാൻ മാം പറഞ്ഞു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒന്നും പറയാനില്ല. ചെറിയ മനസ്സിന്റെ ആ ഒരു ഇത് മാറ്റാന്നേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. എന്ത് പറയാൻ, വല്ലാത്തൊരു ഫീലിങ്സ് മനസ്സിന്, ശരീരം മൊത്തത്തില്. അൽഹംദുലില്ലാ. നല്ല ക്ലാസ് ആയിരുന്നു. ഇനി ഇതുപോലുള്ള ക്ലാസ് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ കാണും ഇൻഷാ അല്ലാഹ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒരുപാട് ഇഷ്ടമായി. കൊള്ളാം. ഓക്കെ മാം. താങ്ക് യു നൂർജഹാൻ മാം. മാഷാ അല്ലാ. ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും ക്ലാസ്സുകളൊക്കെ വെക്കും. തീർച്ചയായിട്ടും ഭയങ്കര ഫീലിങ്സ്. മനസ്സ് അറിയാതെ കരഞ്ഞായിരുന്നത് പറയുമ്പോ തന്നെ ഹൃദയം ഒരുമാതിരി വരുന്നു. പഠിച്ചവനെ അറിയാൻ ഒരുപാട് താമസിച്ചു പോയി. ഈ വൈകിയ വേളയിലാണ് അറിയാൻ പറ്റുന്നതും. 6-7 മാസമായിട്ട് ആ പടച്ചവനിലേക്കുള്ള ഒരു പാത തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും കേൾക്കുമ്പോൾ ഭയങ്കരമായ വിഷമം. അറിയാതെ ഇത്രയും വർഷം അറിയാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ. എനിക്ക് അറിയാൻ പറ്റി. ഇനി അങ്ങോട്ട് അറിയണം. ഇത്രത്തോളം അറിയാൻ പറ്റുമോ അത്രയും അറിഞ്ഞു മരിക്കണം എന്നുള്ള ആഗ്രഹം അത്രേ ഉള്ളൂ. റബ്ബിൽ ലയിച്ച് ചേർന്ന് ഇതിലങ്ങ് പോണം, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം സമർപ്പിച്ച് എല്ലാം പടച്ചവനിലാണെന്നുള്ള ആ ഒരു വിശ്വാസത്തെ തവക്കൽ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ. കേട്ടപ്പോ നല്ല ഇതാ, മനസ്സിന് ഭയങ്കര ഒരു എന്തെന്നില്ലാത്തൊരു സുഖവും സന്തോഷവും സങ്കടവും ഒക്കെ എല്ലാം എന്തോ പോലെ ഇരിക്കുന്നു. ഇതുവരെ അതൊന്നും മാറിയിട്ടില്ല ആ ഒരു ഇത്. ഇൻഷാ അല്ലാഹ്
ഇത്രയും പറഞ്ഞു തന്ന മാമിന് പടച്ചവൻ എല്ലാ ആരോഗ്യവും ആയുസ്സും ഇട്ട് തരട്ടെ. എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും, ഇതിലുള്ള എല്ലാവർക്കും പടച്ചവൻ അനുഗ്രഹിച്ച് നമുക്ക് എല്ലാവർക്കും റബ്ബ്, ഞാൻ പറഞ്ഞല്ലോ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടാൻ പടച്ചവൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഇഷ്ടമായി മാം. ഒരുപാട് എന്താ പറയാ. ഇൻഷാ അല്ലാഹ്. ശരി മാം. ഓക്കെ. ആമേൻ. താങ്ക് യു. നമ്മളെ പഠിച്ചവന് റൈറ്റ് ആയിട്ടുള്ള സമയത്ത് പഠിച്ചവനെ കുറിച്ചുള്ള അറിവുകൾ എത്തിക്കും എന്നല്ലേ പറയല്ലോ. അത് അതെ നമ്മൾ അതെ ഇപ്പോഴാണ് കരുതിയാൽ മതി. ആയിരിക്കും. അതാ ഇപ്പോഴായിരിക്കും പടച്ചവൻ എനിക്ക് അതിനുള്ള സമയം തന്നത്. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഏറ്റവും മുന്നോട്ട് അടിപൊളിയായി പോവാന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അതെ, ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. അൽഹംദുലില്ലാ, അറിയുന്നിടത്തോളം അള്ളാഹുവിനെ അറിഞ്ഞറിഞ്ഞ് ഇതിലങ്ങ് അലിഞ്ഞു ചേർന്നും എത്തും ഇൻഷാ അല്ലാ. അത്രേ ഉള്ള ആഗ്രഹം. വേറെ ദുനിയാവില് വേറെ ഒരു ആഗ്രഹവും ഇല്ല. ഒരുപാട് എല്ലാ രീതിയിലും ജീവിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. അതിനേക്കാൾ എല്ലാം നേടിയ ഒരു സന്തോഷമാണ് ഈ ലോകത്ത്. ഇതിനേക്കാൾ സന്തോഷം എനിക്ക് കിട്ടാനില്ല. അൽഹംദുലില്ലാ, അതിനെത്ര പടച്ചൊരു സ്തുതി പറഞ്ഞാലും പടച്ചവൻ എനിക്കെല്ലാം നഷ്ടപ്പെടുത്തിയത് പടച്ചവനെ അറിയാൻ വേണ്ടിയായിട്ടായിരിക്കും എന്നാണ് ഞാനിപ്പം പടച്ചവനിൽ ഒരുപാട് സ്നേഹം തോന്നണത്. എന്റെ റബ്ബിനെ അറിയാൻ വേണ്ടി മാത്രമേ എനിക്ക് ഒരുപാട് പരീക്ഷണം എന്റെ പടച്ചവൻ എനിക്ക് തന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ അറിയാതെ പോയേനെ ഞാൻ. അൽഹംദുലില്ലാ, ഒരുപാട് താങ്ക്സ് ഉണ്ട് മാം. ശരി എന്നാ. ഓക്കെ മാം. ഓക്കെ. ഓക്കെ. താങ്ക് യു നൂർജഹാൻ. താങ്ക് യു. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും പഠിച്ചവൻ ഹിദായത്ത് നൽകട്ടെ. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും ഉണ്ടോ? സുനീറ മാം, റസീന, വഫ മാം, വിവോ, സൂം യൂസർ, ഉമ്മു ഹസ്ന മാം, മാജിദ മാം, ഖദീജ മാം, റിഫ മാം, തഹസീൻ മാം, ദൗലത്ത് മാം, ഹസീന മാം, ദർജത്ത് മാം, ഹബീബ മാം, സുഹറ മാം, റസീന മാം. ഹലോ. ആ ഞാൻ ഇപ്പോഴും രണ്ടു തോണിയിൽ കാലിട്ടിട്ടാ ഇരിക്കല്. അതായത് യൂണിറ്റ് ടോക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുണ്ടാവും. പക്ഷെ എന്താ പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് എന്താണോ ഇന്ന് ആവശ്യമുള്ളത് ആ ഒരു ലെവലിലുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിലില്ല. താങ്ക് യു. പിന്നെ അങ്ങനെ നമ്മളെ ഉള്ളിലുള്ള ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ അലിഞ്ഞു പോയ പോലെ ഒരു ഫീലാണ്. ഇത് നമ്മളെ ബോഡിത്താണെന്നുണ്ടെങ്കിലും നമ്മളെ മൈൻഡത്താണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയാ, ആ ഒരു അലൈൻഡ് ആ ഒരു ലെവലിലുള്ള ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ. താങ്ക് യു. താങ്ക് യു റിഫ മാം. മാഷാ അല്ലാ. തസ്നി മാം നമ്മളെ റിഫ മാം ആണ് കേട്ടോ. ടീമിലില്ല, റിഫത്താണ്. ആരിഫ. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഹബീബ മാം, ഹസീന മാം, ദൗലത്ത് മാം, സുഹറ മാം. അസ്സലാമലൈക്കും. ഞാൻ താമസിച്ചാണ് കയറിയത്. ഓക്കെ. പിന്നെ പിന്നെന്താണെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാള് സങ്കടം പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അവരുടെ അടുത്താണ് പറയുന്നത്. എപ്പ താമസിച്ചാലും ഒരു കുഴപ്പമില്ല, അത് പഠിച്ചവൻ അറിയാലോ. ഇത്രയും സങ്കടപ്പെടണ്ട. റബ്ബിനോട് ഇത്തിരി നമ്മൾ അടുത്താ മതി, അവൻ ഓടിയെടുക്കും. ഇത്രയും സങ്കടപ്പെടണ്ട, പഠിച്ചവൻ എല്ലാം കാണുന്ന ആളല്ലേ. ഞാൻ അവരെ സങ്കടം കണ്ടപ്പോ എനിക്ക് സങ്കടമായി. പടച്ചവനൊരു പിന്നെ നമ്മളൊന്ന് അടുക്കാൻ നോക്കി, നമ്മൾ ഒരു മുഴം അടുത്താ പടച്ചവൻ ഓടിയെടുക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ കാര്യമില്ല. നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ക്ലാസ്സിൽ കയറാൻ പറ്റിയത്. അതിൽ സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. പടച്ചവൻ പിന്നെ നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ചെയ്യുക. പടച്ചവനിൽ അലിഞ്ഞു പോവുക മാത്രമല്ല, നമുക്കിപ്പൊ അറിഞ്ഞതും ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്നവർക്കും തിരിച്ചവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ഈ അവന്റെ ഖുർആൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലം കിട്ടും. അപ്പൊ ഞാൻ ലാസ്റ്റാണ് കയറിയത്. ഇപ്പം ഇപ്പൊ സംസാരിച്ച അവരുടെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും. പഠിച്ചത് നമ്മളെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സിനിമ റെക്കോർഡിങ്സ് ഷെയർ ചെയ്യാം കേട്ടോ ഗ്രൂപ്പില്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സുനീറയാണ്. സുനിറ മാം പറഞ്ഞോളൂ. ഞാൻ എന്താ പറയുക വെച്ചാൽ മാമിൻ്റെ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, പഠിച്ചാനായിട്ട് അടുക്കാനുള്ള ആ ഒരു സെഷൻ തന്നെ പറയാം. ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അത്രയും നന്നായിരുന്നു. ഞാൻ ഇപ്പോൾ നേരത്തെ നൂർജഹാൻ മാം പറഞ്ഞ പോലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന് പക്ഷെ അതിൽ പല സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പഠിച്ചാനായിട്ട് അടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അടുക്കണം എന്ന് വിചാരിക്കുന്നതിനൊക്കെ എത്രയോ എളുപ്പത്തിൽ നമ്മളിലേക്ക് പഠിച്ചവൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും പല സമയത്തും പിന്നെയും നമ്മൾ ആ കണക്ഷൻ വിട്ടുപോകും. അങ്ങനെയാണ്.
പക്ഷേ ഇന്നത്തെ ഇപ്പോൾ ഈ ക്ലാസ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി റംസാൻ വരികയാണ്. അപ്പോൾ അത് ഒന്നും കൂടിയും പഠിച്ചവനിലേക്ക് അടുപ്പിക്കാനുള്ളൊരു വഴിയായിട്ട് തന്നെ ഞാനതിനെ കാണുന്നു. എന്തായാലും ഒരുപാട് താങ്ക്സ്. അത്രയും ഫീലോട് കൂടിയാണ് തസ്നി മാം നമുക്ക് ക്ലാസ് പറഞ്ഞു തന്നത്. ആ ഫീൽ അത് ശരിക്കും അനുഭവിക്കാനും കഴിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പം ഇപ്പോൾ ഞാൻ ആദ്യം സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നൂർജഹാൻ മാമിൻ്റെ അവരത്രയും ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നത്. എന്നുവെച്ചാൽ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിക്കും അത് പടച്ചോനെ എത്തിച്ചു തരും ഇൻഷാ അല്ലാ. എല്ലാവരും ദുആ ചെയ്യുക എല്ലാവർക്കുമായിട്ട്. മാമിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. താങ്ക് യു സുനീറ മാം. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ എല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നില്ല കാര്യമുണ്ടല്ലോ. ഇതിവിടെ നടക്കുന്നതില്ലാണ്. കുറച്ചൊന്ന് സെക്യൂരിക്കട്ടെ എന്നില്ല. ഇൻഷാ അല്ലാ. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും പറയാനോ എക്സ്പീരിയൻസ് ആയിട്ടോ ആരെങ്കിലും? വഫ മാം, വിവോ 97, സൂം യൂസർ നസീറ മാം, മാജിദ മാം, ഉമ്മുൽ ഹസ്ന മാം, ഖദീജ മാം, ഹസീൻ സൈഫോൺ, ഹബീബ മാം, റസീന മാം, കമറുദ്ദീൻ സർ, ദർജിത് മാം. നമ്മൾ ദർജിത് മാം ആണോ അത് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ? ഇനി വേറെ ആരില്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ എന്നാല്? ഓക്കെ. അപ്പൊ എല്ലാവരും തസ്നിമ പറഞ്ഞ പോലെ വെള്ളമൊക്കെ കുടിച്ച് ആക്കുക കേട്ടോ. കാരണം നമ്മൾ ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ടോ, നമ്മളെ ഉള്ളിലുള്ള കുറെ, നമ്മൾ പറഞ്ഞില്ല, കുറെ നമുക്ക് റിലാക്സ് കിട്ടി, കുറെ ഒന്ന് ഫ്രീ ആവാൻ പറ്റിയെന്നില്ലേ. ഹഫ്സൽ സർ വന്നിട്ടുണ്ട്. നമ്മൾ വൈൻഡപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോറി, ഞാൻ പെട്ടെന്ന് പുറത്തൊരു മീറ്റിംഗ് കുടുങ്ങി, അങ്ങനെ ലേറ്റ് ആയി പോയത്. സോറി കേട്ടോ. തസ്നിമ തകർത്തിയില്ലേ? സെറ്റല്ലേ? എല്ലാവരും ആ ഹീലിംഗിന്റെ ഇമ്പാക്റ്റിൽ ഇങ്ങനെ ഇരിക്കാം. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞോ? ഞാൻ മെഡിറ്റേഷൻ എങ്കിലും കിട്ടും ഞാൻ ഓടി വന്ന് കയറി നോക്കിയായിരുന്നു. ഇല്ല, മെഡിറ്റേഷൻ കഴിഞ്ഞു. സന്തോഷം. അത് കഴിഞ്ഞതിന്റെ ആ ഒരു ഓക്കെ. വേറെ ആരും ഫീഡ്ബാക്ക് കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ഇല്ലല്ലോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു കേട്ടോ. ഇല്ല എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ പ്രോഗ്രാം ആരും മറക്കണ്ട. ഇൻഷാല്ലാ നെക്സ്റ്റ് സൺഡേ ആണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, എല്ലാരും പറഞ്ഞല്ലോ, ഒരു റിലാക്സ് കിട്ടി, എന്റെ പഠിച്ചവൻ അറിയാൻ പറ്റി, ഈ ഒരു സമയത്തെങ്കിലും പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണല്ലേ എന്നില്ലേ. അപ്പൊ ആ ഒരു സന്തോഷം നമ്മുടെ ലൈഫിലേക്ക് ഒന്നും കൂടെ എത്തിക്കാന് അഫ്സൽ സറും തസ്നിയ മാമും ഇല്ലാസറും ഒക്കെ ഉണ്ട്. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പിരിച്വൽ കണക്ഷന് നമുക്ക് ഏതോ ഒരു സമയത്ത് നമ്മൾ നിഷ്കളങ്കായി പ്രാർത്ഥിച്ചിരുന്ന കുട്ടിനൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചോണ്ട് പ്രാർത്ഥിക്കുക, പഠിച്ചോനെ എന്റെ ഇക്കാര്യം ശരിയാക്കി തരണേ, പഠിച്ചോനെ എന്റെ അത് ശരിയാക്കി തരണേ. പക്ഷെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ചെറുപ്പത്തിൽ നമ്മളൊക്കെ നമ്മളെ വീട്ടില് റീലും ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ പാരന്റ്സിന് വേണ്ടി, മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ നിഷ്കളങ്കമായി ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് അൺകണ്ടീഷണലായി മറ്റുള്ളവർക്കായാലും നമുക്കായാലും പ്രാർത്ഥിച്ചിരുന്ന ഒരു കുട്ടിനെ നമുക്ക് എപ്പോഴോ മിസ്സായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ വെറുതെ അല്ലെങ്കിൽ നിസ്കരിച്ച് പോവാന്നില്ലതിനേക്കാൾ അർത്ഥം നിസ്കരിക്കുന്ന എവിടെക്കോ നമുക്കൊരു സ്റ്റെക്നെസ് വന്നതാണ്. മനുഷ്യരാണ്, നമുക്ക് ചിലപ്പോൾ വന്നു പോയിരിക്കാം, നമുക്കറിയില്ല എവിടെയാണ് എന്തുകൊണ്ട് വന്നിട്ടില്ലെന്നില്ല. അപ്പൊ അതൊക്കെ ഒരു റീബിൽഡ് ചെയ്യാനുള്ളൊരു സമയമാണ്. അവിടെ നമ്മൾ അങ്ങനത്തെ സെഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. റമദാനിലേക്ക് ഏറ്റവും പ്രിപ്പയർ ആവാം. നമ്മൾ നോമ്പിന് വേണ്ടി വീട് അടിപൊളിയാക്കിയിട്ടുണ്ട്, നനച്ചുള്ളി കഴിച്ച് എല്ലായിടത്തും തടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഉള്ളിലില്ല കുറെ കറകളായിട്ടോ അല്ലെങ്കിൽ സങ്കടങ്ങളായിട്ടോ വിഷമങ്ങളായിട്ടോ മറ്റുള്ളവരോട് ഇപ്പോഴും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലൊന്ന് ഒഴിവാക്കി നമ്മളൊന്ന് പ്രിപ്പയർ ആയിപ്പിക്കുകയാണ് നോമ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള സെഷനാണ് നൂർ റൂഹിൽ ഒരുക്കുന്നത്. ആത്മാവിന്റെ വെളിച്ചം എന്നില്ല നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആത്മാവിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ആർക്കെങ്കിലും പറ്റുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാം. അതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. അടുത്ത ഞായറാഴ്ചയാണ് വരുന്നത്, ഫെബ്രുവരി 15 കാലിക്കറ്റ് വെച്ചിട്ട് ഓപ്ഷനിൽ. സോറി, വേറെ എന്തോ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടല്ലോ സർ? സെറ്റില്ല. വേറെ ആർക്കൊന്നും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ച ഇതുപോലെ 8 മണിക്ക് നമുക്ക് വേറൊരു ടോപ്പിക് ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും ലെഫ്റ്റ് ചെയ്തോളൂ. താങ്ക് യു.